കാസർഗോഡ് പെരിയാർ നവോദയ സ്കൂളിൽ H1N1 5 കുട്ടികൾക്ക് രോഗം സ്ഥിരീകരിച്ചു. 520 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ 55 വിദ്യാർത്ഥികൾ പനി ബാധിച്ച ചികിത്സയിലാണ്. സ്കൂളിലെ തന്നെ ഐസൊലേറ്റഡ് വാർഡ് തയ്യാറാക്കിയാണ് ചികിത്സ നൽകുന്നത്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും DMO അറിയിച്ചു. ഇപ്പോൾ കുഞ്ഞുങ്ങൾ 37 ആൺകുട്ടികൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് പുതിയതായിട്ട് 3 ആൺകുട്ടികൾ വന്നിട്ടുണ്ട്. അതുപോലെ 30 കുട്ടികൾ പെൺകുട്ടികൾ ഇന്നലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 4ഓളം കുട്ടികളെ ഇതേ ലക്ഷണങ്ങളോടെ ചികിത്സ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് മരുന്ന് തുടങ്ങിയിട്ടുണ്ട്. അണ്ടർ കൺട്രോളാണ് ഇതുവരെ. രണ്ട് മോശപ്പെട്ട 2 കുട്ടികളെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അവർക്ക് ഒരു കുട്ടിക്ക് പനി കൂടുതലാണ്. അപ്പോൾ ആ കുട്ടീനെ ഇന്നലെ തന്നെ ഒരു 12 മണിയോടെ മാറ്റി. അതുപോലെ ഇന്നലെ രാത്രി ഒരു 10 മണിയാകുമ്പോൾ ഒരു പെൺകുട്ടി അതേമാതിരി അവർക്ക് ആദ്യം ശ്വാസമുട്ടൊക്കെ ഉള്ള കുഞ്ഞാണ്. അപ്പോൾ കുറച്ച് ലക്ഷണം മോശമാണ് കണ്ടപ്പോൾ മാറ്റിയിട്ടുണ്ട്. അവർ 2 പേരും ജില്ലാ ആശുപത്രിയിലുണ്ട്. ഞാൻ വിളിച്ചിരുന്നു, അന്വേഷിച്ചിരുന്നു. 2 പേര് സുഖപ്പെട്ട് വരുന്നുണ്ട്. ഷബീർ ഉമർ നൽകും കൂടുതൽ വിവരങ്ങൾ. ഷബീർ, DMO ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. എങ്കിലും H1N1 സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? പ്രതിരോധ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? അഞ്ജിത, ആശങ്കപ്പെടേണ്ട സ്ഥിതിയില്ലെന്ന് തന്നെയാണ് സ്കൂൾ പ്രിൻസിപ്പളും പറയുന്നത്. പെരിയയിലെ ജവഹർ നവോദയ സ്കൂളിലാണ് കുട്ടികൾക്ക് H1N1 സ്ഥിരീകരിച്ചത്. 5 കുട്ടികൾക്കാണ് ഇപ്പോൾ H1N1 സ്ഥിരീകരിച്ചത്. 60ഓളം കുട്ടികൾ ഇപ്പോൾ ഐസൊലേറ്റഡ് വാർഡിൽ, പ്രത്യേകം തയ്യാറാക്കിയ ഐസൊലേറ്റഡ് വാർഡിൽ നിരീക്ഷണത്തിലാണ്. അവർക്ക് ഇവിടെ ചികിത്സ നൽകുന്നുണ്ട്. ഡോക്ടർമാരുടെ 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ജവഹർ നവോദയ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ തന്നെയുണ്ട്. അദ്ദേഹം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. അഞ്ജിത, കഴിഞ്ഞ 20-ാം തീയതി മുതലാണ് കുട്ടികൾക്ക് പനി ഡിറ്റക്ട് ചെയ്തത്. അതിന് ട്രീറ്റ്മെൻറ്റിനായിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോവുകയും 4 സാമ്പിൾ പരിശോധിച്ച് 4ഉം H1N1 ആയിട്ട് സ്ഥിരീകരിച്ചതിൻ്റെ കാരണം ഇന്നലെ മുതൽ എല്ലാ കുട്ടികൾക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യാതൊരുവിധ അപകടകരമായ അവസ്ഥയില്ല. എല്ലാം നിയന്ത്രണ വിധേയമാണ്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും അതുപോലെ നമ്മുടെ വിദ്യാലയ ഡോക്ടറും ഡിസ്ട്രിക്ട് കളക്ടറും എല്ലാവരും സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാരൻസിനോടുള്ള പ്രത്യേക അഭ്യർത്ഥനയുള്ളത്, ഒരു കാരണവശാലും ഒരു പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. എല്ലാവരും ശാന്തരായി അല്ലെങ്കിൽ ഭയപ്പെടാതിരിക്കണമെന്ന് മാത്രമാണ് ഒരു അഭ്യർത്ഥനയുള്ളത്. ഇതിൻ്റെ ബേസിൽ നാളെ ഡിസ്ട്രിക്ട് കളക്ടർ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിൽ 12 മണിക്ക് പാരൻസിൻ്റെ ഒരു പ്രത്യേക ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഒരു ബോധവൽക്കരണ ക്ലാസ് നടത്താൻ വേണ്ടിയിട്ട് എല്ലാ പാരൻസിനോടും പേടി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കുട്ടികൾ പരിപൂർണ്ണ സുരക്ഷിതരാണ്. ഞങ്ങളുടെ കയ്യിൽ അവർ സുരക്ഷിതമായി എപ്പോഴും ഇരിക്കും. അഞ്ജിത, ഇത് തന്നെയാണ് സ്ഥിതി നിയന്ത്രണ വിധമാണ്. പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് തന്നെയാണ് ഡോക്ടർമാരും DMOയും പ്രിൻസിപ്പളും പറയുന്നത്. മൊത്തം 520 വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത്. ഇതിൽ 18ഓളം വിദ്യാർത്ഥികൾ UP ഉത്തർപ്രദേശിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയം തന്നെയാണ്. 60ഓളം കുട്ടികളാണ് ഇപ്പോൾ ഇവിടെ നിരീക്ഷണത്തിലുള്ളത്. നാളെ കാഞ്ഞങ്ങാട് വെച്ച് നാളെ കാഞ്ഞങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് രക്ഷിതാക്കളുടെ ഒരു യോഗം കളക്ടർ വിളിച്ചിട്ടുണ്ട്. ഇത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളില്ലെന്നും പറയുന്നതിന് വേണ്ടി തന്നെയാണ് ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയം തന്നെയാണ്. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് ഇവിടെ. മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും പനി ബാധിച്ച 2 പേര് ഇന്നലെ കുറച്ച് മോശം സ്ഥിതിയായതിനെ തുടർന്ന് 2 പേര് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് പ്രത്യേകം ചികിത്സയും നൽകുന്നുണ്ട്. ഇവരെ വീടുകളിലേക്ക് മാറ്റരുതെന്ന് ജില്ലാ കളക്ടറുടെയും DMOയുടെയും പ്രത്യേകം നിർദ്ദേശമുണ്ട്. കാരണം വീടുകളിൽ കുട്ടികളും ഗർഭിണികളും വൃദ്ധരായവരും വൃദ്ധരടക്കമുള്ളവരുണ്ട്. അവർക്ക് പെട്ടെന്ന് പടരാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ വീടുകളിലേക്ക് മാറ്റരുതെന്ന് പ്രത്യേകം കളക്ടറുടെയും DMOയുടെയും നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്കൂളിലെ ഗേൾസ് ഹോസ്റ്റലിൽ പ്രത്യേകം തയ്യാറാക്കിയ ഐസൊലേറ്റഡ് വാർഡിൽ ചികിത്സ തുടരുന്നത്. അഞ്ജിത, ഷബീർ, അതായത് രക്ഷിതാക്കളെയും കാണുന്നതിൽ നിന്ന് ഇപ്പോൾ മാറ്റി നിർത്തുന്നുണ്ടോ? കാരണം അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലുകളെല്ലാം എടുത്ത് ഈ H1N1 സ്ഥിരീകരിക്കപ്പെട്ട കുട്ടികളെ രക്ഷിതാക്കൾക്ക് കാണാനുള്ള ഒരു അവസരമുണ്ടോ? അതോടൊപ്പം എങ്ങനെയാണ് ഈ H1N1 ഇവരിലേക്ക് എത്തിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന നൽകുന്നുണ്ടോ? അഞ്ജിത, ഇപ്പോൾ രക്ഷിതാക്കൾക്ക് കാണാനുള്ള അവസരമില്ല. അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവരെ വീടുകളിലേക്ക് മാറ്റാത്തത്, ഇവിടെ ആശുപത്രിയിലേക്ക് പോലും മാറ്റാത്തത്, ഇവിടെ വെച്ച് 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനമുണ്ട്. വിദഗ്ധ ചികിത്സ തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല, മറ്റ് വിദ്യാർത്ഥികൾക്ക് പ്രതിരോധ മരുന്നുകൾ നൽകിക്കഴിഞ്ഞു. അവർക്ക് രോഗം വരാതിരിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, ഇവർക്ക് എങ്ങനെ ഈ രോഗം വന്നു എന്നതിനെപ്പറ്റി സ്ഥിരീകരണമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ചയോട് കൂടിയിട്ടാണ് 15ഓളം വിദ്യാർത്ഥികൾക്ക് പനി തുടങ്ങുന്നത്. 15ഓളം വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ച് പനി വന്നതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ രക്തസാമ്പിൾ
സാമ്പിളുകൾ മണിപ്പാലിലേക്ക് അയക്കുകയും അവിടെ പരിശോധന നടത്തിയതിന് ശേഷമാണ് 4 കുട്ടികൾക്ക് H1N1 സ്ഥിരീകരിക്കുന്നത്. ഇന്ന് നമുക്ക് കുറച്ച് മുമ്പ് DMOയോട് സംസാരിച്ചതിൽ നിന്നും ഒരു കുട്ടിക്ക് കൂടി 5ാമതൊരു കുട്ടി കൂടി H1N1 സ്ഥിരീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ നിലവിൽ 5 കുട്ടികൾക്കാണ് H1N1 സ്ഥിരീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പനി H1N1 വന്നത് എന്നതിനെക്കുറിച്ച് സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല. അഞ്ജിത. ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് പെരിയയിലുള്ള ജവഹർ നവോദയ സ്കൂളിലെ 5 കുട്ടികൾക്ക് H1N1 സ്ഥിരീകരിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഇപ്പോൾ DMO പറഞ്ഞിരിക്കുന്നത്. ഉദുമ MLA കെ കുഞ്ഞിരാമനും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന പ്രതികരണം നടത്തിയിരിക്കുന്നു. MLAയുടെ പ്രതികരണത്തിലേക്ക്. കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മുടെ നിലവിലെ ഡോക്ടറെ അതുപോലെ സ്റ്റാഫിൻ്റെയൊക്കെ നിർദ്ദേശം. ഇവിടുത്തെ കോളേജിലെ സ്റ്റാഫും അതുപോലെ മറ്റും നന്നായി സഹകരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നാലും കുറച്ച് ഡോക്ടേഴ്സും അതുപോലെ സ്റ്റാഫിൻ്റെയൊക്കെ എണ്ണം ഇനിയും കൂട്ടണം എന്ന അഭിപ്രായമുണ്ട് അവർക്ക്. അത് ഞാനിപ്പോൾ തന്നെ ബന്ധപ്പെട്ട DMOയോടും കളക്ടറോടൊക്കെ പറഞ്ഞ് കൊണ്ട് ഏർപ്പാട് ചെയ്യാൻ സംവിധാനം ഉണ്ടാക്കാം. അതുപോലെ മറ്റ് അതിന് അനുബന്ധ സൗകര്യങ്ങൾ കുറച്ചുകൂടി വേണമെന്ന് പറഞ്ഞു, അതും ചെയ്യാൻ ഏർപ്പാടാക്കാം. ഈ പനിയെക്കുറിച്ചിട്ട് രക്ഷിതാക്കൾ വലിയ ആ ഒരു പത്രത്തിൽ വന്നപ്പോൾ അവർക്ക് വലിയ ഒരു ആലോചന, കാരണം അത് സാധാരണ ഉണ്ടാകുന്നതാണല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമില്ല എന്നാണ് പ്രിൻസിപ്പാളും അതുപോലെ ഡോക്ടർമാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ആശങ്കപ്പെടാനൊന്നുമില്ല.